എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് സ്വാഗതം. അനുകരണം അതൊരു ദൈവിക കൃപയാണ്. മറ്റൊരാളുടെ സംസാരവും പെരുമാറ്റ രീതികളും പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും അറിവും പ്രദാനം ചെയ്യുകയാണെങ്കിൽ അവയെ നിരീക്ഷിച്ച് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന രീതിയെ അനുകരണം എന്ന് പറയാം. ലോകത്തിൻ്റെ ഇത്ര വേഗത്തിലുള്ള പുരോഗതിയുടെ പ്രധാന കാരണം അനുകരണമാണ്. നല്ല അനുകരണം നമ്മുടെ സംസ്കാരത്തെ തന്നെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നു. അനുകരണത്തിന് 2 ശാഖകൾ ഉണ്ട്. ഒന്ന്, നന്മയായ കാര്യങ്ങൾ കൂടുതൽ നന്മയായി നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന രീതി. 2, തിന്മയായ പ്രവർത്തനവും സംഭാഷണവും അനുകരിക്കുന്ന രീതിയുമുണ്ട്. മാതാപിതാക്കളുടെ എല്ലാ രീതികളും മക്കൾ അനുകരിക്കും. അതുകൊണ്ട് നല്ല മാതൃകയുള്ള ജീവിത രീതികൾ മാതാപിതാക്കൾ മക്കൾക്ക് നൽകണം. അനുകരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 1, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. വിശുദ്ധ യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവികമായ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും അറിവുള്ളവർ ആയിരിക്കണമെന്നും നന്മ ദൈവികമാണെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കണമെന്നും തിന്മ പൈശാചികമാണ് എന്നും അത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പാടില്ല എന്നും ഉള്ള നിർദ്ദേശമാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 2, മക്കൾ എന്ന പോലെ അനുകരിക്കണം. എഫേസ്യ ലേഖനം 5:1 പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഇവിടെ അനുകരിക്കേണ്ടത് ദൈവത്തെയാണ് എന്നും ദൈവം ആഗ്രഹിക്കുന്ന നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നും സൂചിപ്പിക്കുന്നു. 3, കർത്താവിൻ്റെ അനുകാരികൾ ആയിരിക്കണം. തെസലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. ഇവിടെ വിശ്വാസികൾ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നല്ല മാതൃകകൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. 4, ദൈവസഭയ്ക്ക് അനുകാരികളാകണം. യഹൂദിയായിൽ ക്രിസ്തു യേശുവിലുള്ള ദൈവസഭയ്ക്ക് അനുകാരികളായി തീരുവാൻ സ്വജാതിക്കാരാൽ വളരെയേറെ കഷ്ടതകൾ സഹിച്ചു എന്ന് 1 തെസലോനിക്കർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 5, നിങ്ങളെ നടത്തിയവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ ദൈവമക്കൾ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവികമായ കൃപകളെ അനുകരിച്ച് മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.